ഞാനൊരു സാമ്പിൾ ഡോട്ട്നെറ്റ് കോർ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ എൻറ്റിറ്റി ഫ്രെയിംവർക്ക് കോറിൻ്റെ മൈഗ്രേഷൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഡിഫോൾട്ട് ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം. ഞാൻ ഇതിന് മുമ്പ് ഒരു ക്രൂഡ് ഓപ്പറേഷൻസ് ഡോട്ട്നെറ്റ് കോർ 3.1 ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഞാനൊരു പാർട്ട് എൻറ്റിറ്റി ഫ്രെയിംവർക്ക് കോറ് ടേബിൾ മൈഗ്രേറ്റ് ചെയ്യുന്നത് ചെയ്തിട്ടുണ്ട്. അത് ആ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മൈഗ്രേഷൻസ് ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള മൈഗ്രേഷൻസ്, അതായത് കോളം നെയിം, ടേബിൾ നെയിം, ഫോറിൻ കീസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ ടൈപ്സ് എല്ലാം യൂസ് ചെയ്തിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഞാനൊരു ഡോട്ട്നെറ്റ് കോറിൻ്റെ ഒരു സാമ്പിൾ 3.1 വേർഷൻ്റെ പ്രൊജക്റ്റാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള എൻറ്റിറ്റി ഫ്രെയിംവർക്ക് പാക്കേജസ് ആണ് ഇതൊക്കെ, ഈ കാണുന്ന പാക്കേജസ്. ഈ 4 പാക്കേജസാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. പിന്നെ അതിനുശേഷം ഞാൻ ഒരു DB കോണ്ടെക്സ്റ്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡിഫോൾട്ടായിട്ട് ഒരു DB കോണ്ടെക്സ്റ്റ് ക്ലാസ് വേണം. ഈ DB കോണ്ടെക്സ്റ്റ് ക്ലാസ്സിലാണ് നമ്മൾ മൈഗ്രേറ്റ് ചെയ്യാൻ പോകുന്ന ക്ലാസ്സസിനെ ഡിഫൈൻ ചെയ്ത് വെക്കുന്നത്. ഇതിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ക്ലാസ്സസ് മാത്രമേ നമുക്ക് ടേബിളായിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ ഈ ക്ലാസ്സസിന് ഇപ്പോൾ മോഡൽ സ്റ്റുഡൻസ്, മോഡൽ സ്റ്റുഡൻറ്റ് മാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള 2 ക്ലാസ്സാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും ഫോറിൻ കീ റിലേറ്റഡ് ആയിട്ടുള്ള ടേബിൾസാണ്. അതായത് ഇത് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ സ്റ്റുഡൻറ്റ് മാർക്കിൽ ഒരു സ്റ്റുഡൻറ്റ് ID എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോറിൻ കീ ഉണ്ടായിരിക്കും. ഈ കീ എന്ന് പറയുന്നത് മോഡൽ സ്റ്റുഡൻറ്റിലുള്ള കീ ആണ് റെഫർ ചെയ്യുന്നത്. ഇത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. മോഡൽ സ്റ്റുഡൻറ്റിൽ ഈ 2 പ്രോപ്പർട്ടി ഉണ്ട്, ID, നെയിം. ഇതിൽ കൊടുത്തിട്ടുള്ള മേലെ കീ കൊടുത്തിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ ടേബിളിൻ്റെ, അതായത് ഇത് ജനറേറ്റ് ചെയ്യാൻ പോകുന്ന ടേബിളിൻ്റെ കീ ഈ ID എന്നുള്ള ഫീൽഡായിരിക്കും. രണ്ടാമത്തത് ഡാറ്റാബേസ് ജനറേറ്റഡ് അട്രിബ്യൂട്ട് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് ഐഡൻറ്റിറ്റിയാണ്. അതായത് നമുക്ക് ഓട്ടോ ഇൻക്രിമെൻ്റ് ആയിട്ട് ക്രിയേറ്റ് ആവും. പിന്നെ മോഡൽ സ്റ്റുഡൻറ്റ് മാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് ഞാൻ സ്റ്റുഡൻറ്റ് മാർക്കിൻ്റെ ടേബിളായിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ID, സ്റ്റുഡൻറ്റ് മാർക്ക്, ഇംഗ്ലീഷ് മാർക്ക് അത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ മോഡൽ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നതിൻ്റെ ഫോറിൻ കീ ആയിട്ടാണ് ഇവിടെ സ്റ്റുഡൻറ്റ് ID വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ ഫീൽഡാണ് സ്റ്റുഡൻറ്റ് ID, ഫോറിൻ കീയുടെ ഫീൽഡ്. ഇവിടെ നമ്മൾ ഏത് ടേബിളിനാണോ ടേബിളിൻ്റെ കീയുമായിട്ടാണോ റിലേറ്റ് ചെയ്യുന്നത് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ആഡ് ചെയ്യാം. ഇതാണ് മോഡൽ സ്റ്റുഡൻറ്റിൻ്റെ ടേബിള്. അപ്പോൾ ഇതിൻ്റെ ID ആയിരിക്കും ഫോറിൻ കീ ആയിട്ട് വരുന്നത്, സ്റ്റുഡൻറ്റ് ID ഫോറിൻ കീ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ മോഡൽ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സസിൻ്റെ മുകളിൽ ഞാൻ ഇവിടെ ഒരു ടേബിൾ ഓഫ് എന്ന് പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ടേബിൾ മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടേബിളിൻ്റെ നെയിം എന്ന് പറയുന്നത് ടേബിൾ സ്റ്റുഡൻ്റ് ആയിരിക്കും. ഓക്കെ, മോഡൽ സ്റ്റുഡൻറ്റ് മാർക്കിന് ഞാൻ ടേബിൾ നെയിം ഡിഫൈൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേര് നമ്മൾ ഈ കോണ്ടെക്സ്റ്റ് ക്ലാസ്സിൽ എന്താണോ കൊടുക്കുന്നത്, റെഫർ ചെയ്യുന്നത്, അതായിരിക്കും അതിൻ്റെ ടേബിൾ നെയിമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഞാനിത് മൈഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത് മൈഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആപ്പ് സെറ്റിങ്സിൽ കണക്ഷൻ സ്ട്രിങ് നമുക്ക് എവിടെയാണോ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അത് ഇവിടെ ഡിഫൈൻ ചെയ്യണം. സാമ്പിൾ DB എന്ന് പറയുന്നത് ഒരു റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നെയിം കൊടുത്തതാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ DBൻ്റെ അനുസരിച്ചിട്ടുള്ള ഒരു നെയിം കൊടുക്കാം. DBൻ്റെ നെയിമാണ് സാമ്പിൾ DB എന്ന് പറഞ്ഞിട്ട്. ഇത് നമ്മൾ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രൊജക്റ്റിൽ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇനീഷ്യൽ കാറ്റലോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ്, ഈ പേരിലാണ് നമ്മുടെ DB ക്രിയേറ്റ് ആവുന്നത്. പിന്നെ ഡാറ്റ സോഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഡാറ്റാബേസിൻ്റെ സെർവർ നെയിം. അത് നിങ്ങളുടെ ഡാറ്റാബേസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ വരുന്ന സെർവർ നെയിമാണ് ഇവിടെ കൊടുക്കേണ്ടത്. പിന്നെ ഇത് വിൻഡോസ് ഓതൻറ്റിക്കേഷൻ ആയതുകൊണ്ടാണ് ഇൻറ്റഗ്രേറ്റഡ് സെക്യൂരിറ്റി ഈക്വൽ ടു ട്രൂ കൊടുത്തിട്ടുള്ളത്. ഇനി ഈ കണക്ഷൻ സ്ട്രിങ്ങിനെ സ്റ്റാർട്ടപ്പിൽ നമ്മൾ കോൺഫിഗർ ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള കോഡാണ് ഈ 2 ലൈന്. ഇത് കണ്ടോ, കണക്ഷൻ സ്ട്രിങ് എന്ന് പറയുന്നത് സാമ്പിൾ DB. ഈ സാമ്പിൾ DB എന്നുള്ള നെയിമാണ്
ഈ സാമ്പിൾ DB നെയിം. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള അതേ നെയിമായിരിക്കണം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കേണ്ടത്. അപ്പം ആ നെയിമിനനുസരിച്ചിട്ടുള്ള കണക്ഷൻ സ്ട്രിങ് നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെ ഇത് നമ്മുടെ കോണ്ടെക്സ്റ്റ് ക്ലാസ്. പിന്നെ ഇവിടെ യൂസ് SQL സെർവർ എന്ന് കൊടുത്തിട്ട് നമ്മൾ ഡിഫോൾട്ട് ഇത് റെഫർ ചെയ്യുന്നത് ഇതുണ്ടോ, എൻറ്റിറ്റി ഫ്രെയിംവർക്ക് കോറിൻ്റെ റെഫറൻസാണ്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ മൈഗ്രേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് പാക്കേജ് മാനേജർ കൺസോൾ. ഈ വിൻഡോ ഓപ്പൺ ചെയ്യണം. നിങ്ങൾ വിഷ്വൽ സ്റ്റുഡിയോയിൽ ഈ വിൻഡോ ഇവിടെ കാണുന്നില്ലെങ്കിൽ ടൂൾസിൽ ന്യൂജെറ്റ് പാക്കേജ് മാനേജർ എടുത്തിട്ട് പാക്കേജ് മാനേജർ കൺസോളർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരും. ഇനി നിങ്ങൾക്ക് മൾട്ടി പ്രോജക്ട്സ് ഉണ്ടെങ്കിൽ ഇവിടുന്ന് നമ്മുടെ DB കോണ്ടെക്സ്റ്റ് ക്ലാസ് ഏതിലാണോ ഏത് പ്രോജക്റ്റിലാണോ ഉള്ളത് ആ പ്രോജക്റ്റ് ഇവിടുന്ന് ചൂസ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഞാൻ നെറ്റ് കോർ എന്ന് പറഞ്ഞിട്ടുള്ള ഡിഫോൾട്ട് ഒരു പ്രോജക്റ്റാണ് ഉള്ളത്. അപ്പോൾ അത് ഡിഫോൾട്ട് ഒന്നായതുകൊണ്ട് അത് ഡിഫോൾട്ടായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ഞാൻ ചെയ്യാൻ പോണത് മൈഗ്രേഷൻസ് ആഡ് ചെയ്യാനുള്ള കമാൻഡ്സ്. രണ്ട് മൈഗ്രേഷൻസാണ് നമുക്ക് കമാൻഡ്സ് ഉള്ളത്. ഡോട്ട്നെറ്റ് കോറിലായതുകൊണ്ടാണ് രണ്ട് മൈഗ്രേഷൻ കമാൻഡ്സ് ഉള്ളത്. ഡോട്ട്നെറ്റ് സ്റ്റാൻഡേർഡിലാണെങ്കിൽ വേറെ എക്സ്ട്രാ എനേബിൾ മൈഗ്രേഷൻസ് എന്ന് പറഞ്ഞിട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്യണം, എന്നാലേ നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ കൊടുക്കേണ്ടത് ആഡ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡ്. ആഡ് മൈഗ്രേഷൻ സ്പേസ് മൈഗ്രേഷൻ നെയിം നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഞാൻ DB ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു നെയിം കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ബിൽഡ് സ്റ്റാർട്ടഡ്, അതായത് പ്രോജക്റ്റ് ബിൽഡാവും. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ആ എറർ ഫിക്സ് ചെയ്തിട്ട് വേണം കമാൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു ക്ലാസ് ജനറേറ്റ് ആയി വരും. ഈ ക്ലാസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ ഇതിൽ കണ്ടോ നമ്മൾ കൊടുത്തിട്ടുള്ള ടേബിൾ സ്റ്റുഡൻറ്റ് എന്നുള്ള ടേബിൾ വന്നിട്ടുണ്ട്. പിന്നെ സ്റ്റുഡൻറ്റ് മാർക്ക് എന്ന് പറയുന്നത് നമ്മൾ ടേബിളിൻ്റെ നെയിം സ്പെസിഫൈ ചെയ്യാത്തതുകൊണ്ടാണ് ആ ഒരു മോഡലിൻ്റെ നെയിം നമ്മൾ DB കോണ്ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള നെയിം വന്നിട്ടുള്ളത്. പിന്നെ ഇത് കണ്ടോ ഐഡൻറ്റിറ്റി 11. അപ്പം ഈ ഒരു ക്ലാസ് നമുക്ക് ഇപ്പം നമ്മുടെ ഡാറ്റാബേസിൽ ഇതാണ് എൻ്റെ ഡാറ്റാബേസ് സെർവർ. ഇതിൽ ഇപ്പം സാമ്പിൾ DBൻ്റെ ഡാറ്റാബേസ് ഇല്ല. ഇനി ഒരു കമാൻഡ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ വരുള്ളൂ. അപ്ഡേറ്റ് ഡാറ്റാബേസ് എന്നുള്ള കമാൻഡ് കൊടുത്തിട്ട് എൻ്റർ ചെയ്യാം. അതാണ് സെക്കൻഡ് കമാൻഡ്. ആകെ രണ്ട് കമാൻഡേ ഉള്ളൂ. ആഡ് മൈഗ്രേഷൻ സ്പേസ് മൈഗ്രേഷൻ നെയിം, അടുത്തത് അപ്ഡേറ്റ് ഡാറ്റാബേസ്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്തെങ്കിലും എറേഴ്സ് വരികയാണെങ്കിൽ അത് നിങ്ങൾക്ക് റെഡ് കളറിലായിട്ടും കാണിക്കും. അത് നിങ്ങൾക്ക് കോപ്പി ചെയ്തിട്ട് നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ എറേഴ്സ് എന്താണെന്നുള്ളത് അറിയാൻ പറ്റും, അത് ഫിക്സ് ചെയ്യാൻ പറ്റും. ഇപ്പം ഡൺ എന്ന് വന്നിട്ടുണ്ട് ഇവിടെ. ഈ ഡൺ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റാബേസ് എടുത്തിട്ട് നോക്കാം. ഒന്ന് റീഫ്രഷ് ചെയ്യണം. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, സാമ്പിൾ DB എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റാബേസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ടേബിൾസ് രണ്ടെണ്ണം, സ്റ്റുഡൻറ്റ് മാർക്കും ടേബിൾ സ്റ്റുഡൻറ്റും. ഇനി ഞാൻ ഒരു പുതിയൊരു ഫീൽഡ് ആഡ് ചെയ്യണം. ഈ ഒരു ടേബിളിലേക്ക് ഒരു പുതിയൊരു ഫീൽഡ് ആഡ് ചെയ്യണം. അതായത് എനിക്കിപ്പോൾ മോഡൽ സ്റ്റുഡൻറ്റ് എന്നുള്ള ഈ ടേബിളിൽ ഞാൻ സ്റ്റുഡൻറ്റിൻ്റെ ഒരു പ്ലേസും കൂടി ആഡ് ചെയ്യണം. പുതിയ ഫീൽഡാണ് എനിക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ പുതിയ ഫീൽഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിത് സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് അതുപോലെ എനിക്കൊരു ഫീൽഡ് റിമൂവ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഇംഗ്ലീഷ് മാർക്ക് എന്നുള്ളത് ഞാൻ റിമൂവ് ചെയ്യണം. എനിക്ക് ഈ ഫീൽഡ് വേണ്ട എന്നുണ്ടെങ്കിൽ ഇത് ഇവിടുന്ന് റിമൂവ് ചെയ്തിട്ട് സേവ് ചെയ്യുക. അതുപോലെ പുതിയ ഫീൽഡ് വേണമെങ്കിൽ ആഡ് ചെയ്തിട്ട് സേവ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ കമാൻഡ് കൊടുക്കാം. അതായത് ആഡ് മൈഗ്രേഷൻ DB ക്രിയേറ്റ് എന്നുള്ളത് വേണ്ട, അപ്ഡേറ്റ് നമുക്ക് വേറെ നെയിം കൊടുക്കാം, അപ്ഡേറ്റ് മോഡൽ. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഒരു മൈഗ്രേഷൻ ക്ലാസ് ജനറേറ്റ് ആവും. അപ്പോൾ അതിന് ശേഷം
അപ്ഡേറ്റ് ഡാറ്റാബേസിനും കൂടി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ആ എഫക്റ്റ് റിഫ്ലക്റ്റ് ആവുള്ളൂ ഡാറ്റാബേസിൽ. അത് കംപ്ലീറ്റ് ആവണം. ഡൺ ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്നിട്ട് ഒന്ന് റീഫ്രഷ് ചെയ്യാം. സ്റ്റുഡൻറ്റ് മാർക്കിൽ നമ്മൾ ഒരു ഫീൽഡ് റിമൂവ് ചെയ്തു. ടേബിൾ സ്റ്റുഡൻറ്റിൽ നമ്മളൊരു ഫീൽഡ് ആഡ് ചെയ്തു, പ്ലേസ്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ട നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സ്ട്രിങ് ലെങ്ത് കൊടുക്കാം. സ്ട്രിങ് ലെങ്ത് അതായത് പ്ലേസിന് എനിക്ക് ഇത്രയും, ഇതിപ്പോൾ മാക്സിമം നിങ്ങളുടെ ഡാറ്റാബേസ് നോക്കിക്കഴിഞ്ഞാൽ മാക്സ് ആയിട്ടാണ് കിടക്കുന്നത് സ്ട്രിങ് ലെങ്ത്. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് തന്നെ സ്ട്രിങ് ലെങ്ത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രിങ് ലെങ്ത് ഓഫ് എന്ന് പറഞ്ഞിട്ട് 100 കൊടുക്കാം. എന്നിട്ട് സേവ് ചെയ്യാം. വീണ്ടും മൈഗ്രേഷൻ കമാൻഡ്സ്. ഇതിൻ്റെ കൂടെ ഞാൻ വേറൊരു കാര്യം കൂടി ചെയ്യാം. നള്ളബിൾ ഫീൽഡും കൂടി എക്സാമ്പിളായിട്ട് കാണിക്കാം. മോഡൽ സ്റ്റുഡൻറ്റ് മാർക്കിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഡെസിമൽ എന്ന് പറയുന്നത് നള്ളബിൾ അല്ല. അപ്പം ഞാൻ ഡെസിമൽ നള്ളബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നള്ളബിൾ ഓഫ് ഡെസിമൽ എന്ന് കൊടുക്കാം, അതല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ആഡ് മൈഗ്രേഷൻ, അപ്ഡേറ്റ് മോഡൽ എന്ന് പറയുന്നത് ഓൾറെഡി ഉണ്ട്, അതുകൊണ്ടാണ് ഇവിടെ എക്സിസ്റ്റിംഗ് മൈഗ്രേഷൻ എന്ന് കാണിക്കുന്നത്. ഞാൻ അറിയാതെ കൊടുത്തതാണ്. അപ്ഡേറ്റ് മോഡൽ 1 കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ഡാറ്റാബേസ്. ഓക്കെ, ഡൺ. ദെൻ വീണ്ടും ഡാറ്റാബേസ് റീഫ്രഷ് ചെയ്യാം. സ്റ്റുഡൻറ്റ് മാർക്കിൽ നമ്മൾ എന്തായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്? നള്ളബിൾ. ഓക്കെ, നള്ളബിൾ ഫീൽഡായി. പിന്നെ നമ്മൾ പ്ലേസിന് ഇത് കണ്ടോ, മാക്സ് മാറിയിട്ട് ലെങ്ത്ത് 100 ആയിട്ടുണ്ട്. ഇനിയിപ്പം ഇതിൽ കാണിക്കേണ്ടത് കോളത്തിൻ്റെ നെയിം. കോളം നെയിംസ് ചേഞ്ച് ചെയ്യണത് നോക്കാം. ഇപ്പം നെയിം എന്നുള്ള ഇത് മാറ്റിയിട്ട് എനിക്ക് ഇവിടെ സ്റ്റുഡൻറ്റ് നെയിം നോക്കണം. അപ്പോൾ കോളം ഓഫ് സ്റ്റുഡൻറ്റ് നെയിം. വീണ്ടും മൈഗ്രേഷൻ കമാൻഡ് കൊടുക്കാം. മോഡൽ 2 അപ്ഡേറ്റ് ഡാറ്റാബേസ്. വീണ്ടും ഇത് റീഫ്രഷ് ചെയ്യാം. നിങ്ങൾ സ്റ്റുഡൻറ്റിൻ്റെ ടേബിളിൽ ഇത് കണ്ടോ, നെയിം എന്ന് മാറി സ്റ്റുഡൻറ്റ് നെയിം എന്നായി. ഇപ്പോൾ ഏകദേശം എല്ലാം കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി ഏതെങ്കിലും സ്കിപ്പായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക.